എന്താ ഇത് നോക്കട്ടെ. പ്രീമിയം പ്രോഡക്റ്റാ മാഡം. തറ തിളങ്ങട്ടെ. തിളങ്ങോടെ. തറ തിളങ്ങും, പൊൻ തിളക്കം, 100% ഷുവർ. ഓ മൈ ഗോഡ്, എസ്കേപ്പ്. അതെ, എങ്ങനെയാലും ഒന്ന് പറഞ്ഞിടാവോ? ഉള്ളതാണോടെ? എന്റെ മാഡം ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഫ്രീ ഡെമോ ഞാൻ കാണിച്ചത്. മാഡം ഇങ്ങോട്ട് വന്നങ്ങോട്ട്. ഓ സോറി മാഡം, സോറി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ ഒറ്റ മിനിറ്റ്. കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും തുടച്ചിട്ടില്ല. മാഡം എന്തിനെ പേടിക്കണേ? ഞാനില്ലേ ഒറ്റയ്ക്ക് തറ തുടച്ചു വന്നവനെ ഞാൻ. മാഡം ബക്കറ്റ് മോപ്പൊക്കെ എടുത്ത ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എടാ, നിങ്ങള് വലിയ ബന്ധുക്കള്. ഒരു ബന്ധുവില്ലാത്ത എന്നെ കൊണ്ട് എന്തിനാണ് ഇത്ര പണിയെടുപ്പിക്കുന്നത്? എങ്ങനെയാലും ഒന്ന് പറഞ്ഞുവിടാൻ നോക്ക് പ്ലീസ്, പ്ലീസ്. കൊണ്ടുപോവാ മാഡം. ഇത് തിളക്കി കാണിക്കും. വെള്ളമില്ല മാഡം. പേടിക്കണ്ട, ഞാൻ എടുത്തോളാം. എവിടെയാ ബാത്റൂം? ഇവിടെ ആയിരിക്കില്ല ബാത്റൂം. എന്തിനാ പേടിക്കണേ? ഞാനില്ല ഇവിടെ. ആരോ വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മാഡം, ബാത്റൂം ഒക്കെ ഭയങ്കര വൃത്തികേടായി കിടക്കണല്ലോ. നമ്മുടെ കയ്യിൽ ഒരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡാ. എന്നാ സാധനം എന്നറിയോ? മാഡം ഇതിന്റെ സ്മെല്ലൊന്ന് നോക്കിയേ. ആഹാ, എന്തൊരു സുഗന്ധം. മതി പതപ്പിച്ചത്. അതെടുക്ക്. മാഡത്തിന് ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. മാഡം, നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. മാഡം ഒന്ന് പിടിച്ച, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. എടാ, ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നില്ലേ? അതിന് നല്ല പരിചയമുണ്ട്. നീ പോയി നോക്കടാ. നിങ്ങളും കൂടെ ഒന്ന് വരുമോ? ഞാനല്ല. ഓ, എന്നിട്ട് വേണം ഇവളുടെ അമ്മ പിന്നെ മണിയാൻ. നീ വേണേ പോളെ. ഞാൻ ഒളിഞ്ഞു പോയി നോക്കിട്ട് വരാല്ലേ? മാഡം, ഈ ഫ്ലോറൊക്കെ വൃത്തിയാക്കിട്ട് കുറെ നാളായെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ കയ്യിൽ വേറെയും പ്രൊഡക്റ്റുകളുണ്ട്. ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോഴത്തേക്ക് മാഡം ഈ സീലിംഗിലത്തെ കറകളൊക്കെ ഉണ്ടാ. ഇത് ബോസ്മോന്റെ ബോസ് ആയിരുന്നല്ലേ? ഗ്യാപ്പ് കിട്ടിയില്ല, തിരക്കായി പോയി. എന്താ അപ്പൊ നിങ്ങളുടെ പരിപാടി? ആക്ച്വലി നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡ് ബിൽഡിംഗ് ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തേത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടെക്നോ പാർക്കിൽ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞുള്ളൂ. എന്തുവാടാ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട്. ആക്ച്വലി അതിൽ മിനിസ്ട്രിയിൽ അത് കുറച്ച് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. കോംപ്ലിക്കേഷൻസ്. അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ പുതിയ പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരിക്കും, ഞാൻ ചായ എടുക്കട്ടെ. ഓ ആയിക്കോട്ടെ. എടോ, എന്ത് ടെക്നോ പാർക്കൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ഇത്രയും നല്ല വീടുണ്ടായിട്ട് നീ എന്നാ കോഴിക്കോട്ടിലല്ലോ കൊണ്ടുവരുത്തിയത്? എടോ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ റൂംമേറ്റ്സ് ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, വാടകയ്ക്കാ. അതൊക്കെ എന്നാലും എന്തോ എന്നല്ല നിന്നെയായിരിക്കും. പണിക്കായിരിക്കും. അള്ള വെറുതെ വിടൂല. ചെല്ല് വേഗം ചെല്ല്. എന്താ വിളിച്ചാൻറ്റി? ഇതൊന്ന് റെഡിയാക്കി. ഇത് ചായ ഇതിലങ്ങോട്ട് ചെലപ്പോ ഒന്ന് മറിയായിരിക്കും. മറിഞ്ഞോ നീ ഇത് വാങ്ങിക്കും. എന്നാലും ഇത്രയും നല്ല വീടുണ്ടായിട്ട് അവൻ എന്നെ അവിടെ കൊണ്ട് കിടത്തിയില്ലോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. ഇത് കൊള്ളാലോ. ഇത് തകർക്കും. പോക്കറ്റ് കുറച്ച് വലിപ്പുള്ളത് ഇട്ടാ മതിയായിരുന്നു. വെറുതെ ബാത്റൂമിൽ യൂസ് ചെയ്യാം. നല്ല നമുക്കൊരു ബാറ്ററി ഇട്ട് വെച്ചോളൂ. ഇത് വെക്കാനും പറ്റില്ല. എന്റെ മെന്റൽ കോൺസെൻട്രേഷൻ പോകുന്നു. ഇന്നാ ബോസ് ചായ. താങ്ക് യു ബോസ്, താങ്ക് യു. ഇനി പറ, എന്തൊക്കെയാ നിങ്ങളുടെ പ്രോഡക്ട്സ്? നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വരുന്നത്. നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസ്മോനെ ഒന്ന് എടുത്തു കൊടുത്തേ. എന്നാലേ ഈ ക്ലാസ് ഒന്നും വെച്ചു. ആ റെഡ് ബാഗിലാ ഇത് പുതിയ ഡിസൈൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഓഹോ, ഇത് ടോപ്പാ, സൂപ്പറാ. ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞത് ബാംഗ്ലൂർ ആണല്ലോ. നമ്മുടെ മാർക്കറ്റ് ഇന്ത്യയിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട്. ചൈന വഴി ബാംഗ്ലൂർ അല്ലേ? അതെ. വില എത്രയായിരുന്നു നമ്മുടെ? 25 രൂപയോ? അത് റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ക്വാളിറ്റി ഉണ്ട്. നമ്പർ 1 ആണ്. ശരി. ഇത് മോളല്ലേ മാഡം? ഇത് ഞങ്ങളുടെ മോഡല്. അയ്യോ